നെടുമങ്ങാട് 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അഷ്കർ കൊടും ക്രിമിനലാണെന്നുള്ള വിവരം പുറത്തേക്ക് വരികയാണ്. അഷ്കർ ആദ്യ ഭാര്യയ്ക്ക് നേരെ നടത്തിയത് കൊടിയ പീഡനവും മർദ്ദനവും. പരിക്കേറ്റ ആമിന അബോധാവസ്ഥയിൽ കഴിഞ്ഞത് മാസങ്ങളോളമാണ്. മകളേറ്റ പീഡനത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിനോട് പങ്കുവയ്ക്കുകയാണ് ആമിനയുടെ ഉമ്മ ഷൈല. പരാതി എന്ന് പറഞ്ഞാല് ഇവൻ എന്റെ കൊച്ചിനെ വിളിച്ചിറക്കിക്കൊണ്ടുപോയ ആ നാള് തൊട്ടേ ഉപദ്രവമായിരുന്നു. തല ഭിത്തിയിൽ വെച്ചിടിക്കും, ചെവിട്ടില് അടിയും ഇടിയും, വയറ്റില് ചവിട്ടും, കൊച്ചിന് തറയിൽ കൂടെ ഇവര് രണ്ടുപേരെയും കൂടെ ചേർക്കണം. അഷ്കറിന്റെ ഉമ്മ അമ്മേ സഹോദരി അല്ലേ? അതാണ് ഏറ്റവും കൂടുതൽ ക്രിമിനൽ ഇവന്റെ കൂടെ ചേർന്നുകൊണ്ട് ചെയ്യുന്നത്. എന്റെ കൊച്ചിനെ കൊല ചെയ്യപ്പോയിരുന്നു. ദേഹോപദ്രവം എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റൂല. ഞാൻ ഇന്ന് മന്ത്രിക്ക് ഞാൻ എന്റെ കൊച്ചിന്റെ കഴുത്തിലെ അടയാളം ഞാൻ കാണിച്ചു കൊടുത്തു. അമ്മ ഏത് പ്രായത്തിലാണ് അമ്മ ഇത്? മോളുടെ ഏത് പ്രായത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്? 18-19 വയസ്സ്. അന്ന് പരാതി വല്ലതും കൊടുത്തിരുന്നു അമ്മേ? പരാതി ഞാൻ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ 6 പ്രാവശ്യം പരാതി കൊടുത്ത് എന്റെ കൊച്ചിനെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പല പരാതികൾ കൊടുത്തിട്ട് പോലും ഇവര് മൈൻഡ് ചെയ്തിട്ടില്ല. ഇവര് എന്തെങ്കിലും അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അവന്റെ സൈഡിൽ നിന്നും കൊണ്ട് ഞങ്ങളെ വെറും വിട്ടിയാക്കി വിടുകയാണ് ചെയ്തത്. എന്താ പോലീസ് അങ്ങനെ ചെയ്യാൻ കാര്യം? ഇവൻ അവിടെ അവരെ വണ്ടി എങ്ങാണ്ട് എപ്പോഴോ ഓട്ടിച്ചിട്ടുണ്ട്. ദൂരെയൊക്കെ ഈ പോലീസുകാരെ കൊണ്ടുപോകുന്നത് ഇവനാണ് ഓരോരോ കേസുകളിന് വേണ്ടിയിട്ട്. 2024 ആ കൊച്ചു പെരുന്നാളിന്റെ ആ ഇടയ്ക്കാണ് ഇവൻ വണ്ടിയോട്ടത്തിന് ദൂരെ പോകുന്നെന്ന് അറിയുമ്പോഴാണ് കൊച്ചു ഒന്ന് വരുമ്പോഴും കൊച്ചിന് ഛർദിലും തലക്കറക്കുമായിരുന്നു. ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, ട്രീറ്റ്മെന്റ് എടുക്കും. കൊച്ചപ്പോഴേ അങ്ങ് വീട്ടിൽ പോവുകയാണ് ചെയ്യണത്. പിന്നെ കൊച്ചിന് തീരെ അവശതയായി. അപ്പോഴത്തേക്ക് കൊച്ച് ബാലൻസ് തെറ്റി നടക്കാൻ തുടങ്ങി. ഇവൻ മൂക്കാമണ്ട നോക്കി അടിച്ച് ബ്ലഡ് വരെ ഒഴുകിയിട്ടുണ്ട്. ഇപ്പൊ കോമയിലായിരുന്നു അമ്മ കുറച്ച് നാള്? മോള് 13 മാസമാണ് കോമയില്. 1-2 ദിവസമല്ല, 13 മാസം കോമയിലായിരുന്നു എന്റെ മോള്. ഇപ്പൊ ഒരു 10 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. അവള് എല്ലാരും തിരിച്ചറിയാനും അവളെ കാര്യങ്ങളൊക്കെ തിരിച്ചറിയാനും. അതിനിടെ ആമിനയെയും മന്ത്രി ബിന്ദു കൃഷ്ണ മെഡിക്കൽ കോളേജിലെത്തി സന്ദർശിച്ചു. ഈ വ്യക്തിയാണ് അനുഭവം വരാൻ പാടില്ല. കാരണം പിഞ്ചു കുഞ്ഞിനോട് അവന്റെ ഉമ്മാക്കും സഹോദരിക്ക് യവനും ഇതാണ് പരിപാടി. കാരണം പല പെണ്ണുങ്ങളും കെട്ടിച്ചാണ്. പക്ഷെ എന്നാലും ഇവർ 3 പേരും കൂടിയാണ് പോകുന്നത്. കൊച്ചുങ്ങളെ വളർത്തി 1.5 വയസ്സുകാരനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ അഖിലയുടെ അമ്മയെയും മന്ത്രി വീട്ടിലെത്തി സന്ദർശിച്ചു. എന്റെ മോക്ക് എഴുതിയിട്ടില്ല. എന്റെ മരുമോള് വാങ്ങിയില്ല. ആ മരുമോള് വാങ്ങിയില്ലായിട്ടാണ് എന്റെ മോൻ മരിച്ചത്. അതിന് നീതിയിട്ടില്ല. ഇപ്പൊ എന്റെ ജീവനെ കൊണ്ടെടുക്കില്ല. അച്ഛനുള്ള ജീവൻ എന്റെ ജീവനെ എടുത്തത് എങ്ങനെ അറിഞ്ഞ? അത് അകം മാത്രം മുറിഞ്ഞില്ല. എന്റെ മക്കളെ നഖത്തിന് മാത്രം മുറിവില്ല. സഹിക്കാൻ വയ്യ. ഞങ്ങൾ 2 വേദനയും മറന്നു. അതിനുശേഷം അഖിലയുടെ ആദ്യ ഭർത്താവ് അഖിലിന്റെ വീട്ടിലും മന്ത്രി ബിന്ദു കൃഷ്ണയെത്തി. വിവരങ്ങളുമായി രാഹുൽ ജീനാഥ് ചേരുകയാണ്. രാഹുൽ, മന്ത്രി കർശന നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ അഷ്കറിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. അത് ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കൊടും ക്രിമിനലായിരുന്നു ഇയാളെന്ന് വ്യക്തമാകുന്ന വിവരങ്ങളാണ്. എന്തൊക്കെയാണ് തുറന്നു പറയുന്നത്? കേൾക്കുമ്പോൾ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ അഷ്കറിൻ്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തുമ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ കുറ്റം സംബന്ധിച്ച ഘട്ടം മുതൽ പിന്നീട് പോലീസ് പിന്നിലേക്കാണ് അന്വേഷിച്ചത്. കാരണം ഇത് ഈ അഷ്കറുമായി ബന്ധപ്പെട്ട ആളുടെ പശ്ചാത്തലം എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് പല പ്രതികരണങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസം കൊടുത്തതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമിന എന്ന് പറയുന്ന
ഈ അഷ്കർ ആദ്യം വിവാഹം കഴിച്ച ആമിനയുടെ കാര്യം പുറം ലോകം അറിയുന്നത്. കാരണം 13 മാസം, ഇപ്പോൾ ആ ഉമ്മ നമ്മോട് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞിരുന്നത് 13 മാസമാണ് അബോധാവസ്ഥയിൽ കഴിഞ്ഞിരുന്നത്. 18-ാം വയസ്സിൽ വിവാഹം കഴിയുന്നു. അതിനുശേഷം കൊടിയ മർദ്ദനമാണ് ഉണ്ടായത്. ഭീഷണിപ്പെടുത്തിയിരുന്നു. സ്വമേധയാൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയോ അല്ലെങ്കിൽ പരാതി നൽകുകയോ ചെയ്താൽ ആമിനയുടെ മാതാപിതാക്കളെ അപായപ്പെടുത്തുമെന്ന രീതിയിൽ ഒരു ഭീഷണി നടത്തിയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് അഷ്കർ ആ ജീവിതത്തിൽ തുടരുന്നത്. പിന്നീടാണ് അഖിലയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ അഷ്കർ രണ്ടുപേരുടെയും ജീവിതത്തിൽ വില്ലനായി നിൽക്കുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാവുകയാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രസക്തമായി ബിന്ദുകൃഷ്ണ ഇപ്പോൾ 3 വീടുകളിൽ പോയി മന്ത്രി ബിന്ദുകൃഷ്ണ അഖിലയുടെ വീട്ടിൽ പോകുമ്പോൾ അമ്മ പറഞ്ഞ കാര്യവും പ്രസക്തമാണ്. അതായത് ഈ കുഞ്ഞിന് പരിക്കേറ്റ ഘട്ടത്തിൽ, ഈ കൈക്ക് 2 പരിക്കേറ്റ ഘട്ടത്തിൽ ഒരു പോലീസ് പരാതിയുമായി മുന്നോട്ട് പോകാൻ അമ്മ തീരുമാനിക്കുമ്പോൾ അഖില അതിന് മുൻപ് തന്നെ അമ്മയ്ക്കെതിരെ ഒരു പരാതി നൽകുന്നു. അതായത് ഈ അഖിലയെയും അഷ്കറിനെയും സ്വൈര്യമായി സ്വസ്ഥമായി ജീവിക്കാൻ അമ്മ അനുവദിക്കുന്നില്ല എന്ന തരത്തിലേക്ക് ഒരു പരാതി നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഈ ബാക്കിയുള്ളവരെ, ചുറ്റുപാടുമുള്ളവരെ ഒഴിവാക്കാൻ ഇവർ രണ്ടുപേരും ശ്രമിച്ചിരുന്നു, അഖിലയും അഷ്കറും ശ്രമിച്ചിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. അതിലാകെ നമുക്കിനി മനസ്സിലാകേണ്ട ഒരു കാര്യം, അഷ്കറിൻ്റെ ഭീഷണി മൂലമാണോ അഖില ഇത് ചെയ്തത് അതോ സ്വമേധയാ കാര്യങ്ങൾ ചെയ്തതാണോ എന്നുള്ളത് തന്നെയാണ്. നിലവിൽ എന്തായാലും ഈ കൊലപാതക പ്രേരണ കുറ്റത്തിനാണ് അഖിലയ്ക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഉള്ള ഈ കൊലപാതകത്തിൽ പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ പങ്കുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ആ ദിവസം, കൊലപാതകം നടന്ന ദിവസം ഒരു നൃത്ത പരിപാടിയുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലായിരുന്നു എന്നാണ് അഖില പറയുന്നത്. ആ പരിപാടിയുമായി ബന്ധപ്പെട്ടും പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഓരോ കാര്യങ്ങളും വെളിപ്പെടുമ്പോൾ വല്ലാത്ത ആശങ്കയും അസ്വസ്ഥതയുമാണ് നമുക്ക് ഓരോ സംഭവങ്ങൾ കേൾക്കുമ്പോഴും. ഓരോരുത്തരുടെ ജീവിതത്തിലും അഷ്കർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ആമിനയുടെ ഉമ്മ തുറന്നു പറയുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, നടന്നിരിക്കുന്ന പീഡനത്തെ പറ്റി. മകൾ മാസങ്ങളോളം അബോധാവസ്ഥയിലായിരുന്നു. ആ സമയത്ത് 18 വയസ്സായിരുന്നു പ്രായം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറയുന്നുണ്ട്. അവരേതെങ്കിലും ഘട്ടത്തിൽ ഈ കാര്യങ്ങൾ മറ്റാരെങ്കിലുമായി പങ്കുവെക്കുകയോ അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങൾ നടത്തുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? ആ ഓഡിയോയിൽ നിന്ന് അത് വ്യക്തമാണ്. കാരണം പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് പലതവണ പരാതി നൽകിയിരുന്നു, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു എന്ന് ഓഡിയോയിൽ പറയുന്നുണ്ട്. എന്നിട്ട് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നടപടി കൈക്കൊണ്ടില്ല. അവർ വിശ്വസിക്കുന്നത് ഈ പോലീസുമായി വ്യക്തിപരമായൊരു ബന്ധം അഷ്കറിനുണ്ടായിരുന്നു. പല യാത്രകളിലും ഏത് തരത്തിലുള്ള യാത്രയാണെന്ന് നമുക്ക് വ്യക്തമല്ലെങ്കിലും അമ്മയുടെ ആരോപണം ഇങ്ങനെയാണ്. അഷ്കർ പോലീസുമായി വ്യക്തിപരമായ ബന്ധമുണ്ട്. പല ഇടങ്ങളിലും എത്തിക്കാൻ അഷ്കറിന് വാഹനമുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും പോലീസിനെ കൊണ്ടുപോയി മടങ്ങിയെത്താം.